ഹലോ, എന്തുണ്ട് വിശേഷം? കുറച്ച് ദിവസമായല്ലേ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു സെയിം മെറ്റീരിയലിൽ സ്കർട്ട് ആൻഡ് ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ പാറ്റേണൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ലൈനിങ് ക്രേപ്പിൻ്റെ വന്നതുകൊണ്ട് നമ്മളൊരു കോട്ടൺ മെറ്റീരിയൽ കൂടി ഇതിൻ്റെ താഴെ വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു കട്ട് ചെയ്തത്. ഇപ്പോൾ ബാക്കിൽ റിവേഴ്സായിട്ട്, അതായത് താഴേന്ന് മുകളിലേക്ക് ഓപ്പണിങ് വരുന്ന രീതിയിലാണ് സിബ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ട പിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ചെറിയൊരു സ്റ്റിച്ചിങ്ങിന് മിസ്റ്റേക്ക് വന്നതുകൊണ്ട് അത് അഴിച്ചിട്ട് ഒന്നും കൂടി അടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ബാക്ക് ഇതിൻ്റെ എഡ്ജിൽ, അതായത് നമുക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഓൾറെഡി ക്ലോത്തിട്ടാണല്ലോ വെട്ടുന്നത്, ആ പോർഷനൊക്കെ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്രണ്ട് പാർട്ടിലും ഇതുപോലെ തന്നെ കോട്ടൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ക്രേപ്പ് വെച്ച് പിന്നെ അതിൻ്റെ പുറത്തേക്ക് നെറ്റിൻ്റെ ഫാബ്രിക് ഇട്ട് സെക്യൂർ ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നല്ല കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലോങ് സ്റ്റിച്ച് ആദ്യമേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത് ബോഡി പാർട്ട് ഫുള്ളും നല്ലപോലെ പതിച്ചടിക്കുന്നത്. നല്ലപോലെ പതിച്ചടിച്ചാൽ മാത്രമേ അത് സെക്യൂർഡായിട്ട് ഇരിക്കുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഇരിക്കില്ല. പിന്നെ അതിൻ്റെ ഇതുപോലെ തന്നെ എല്ലാ പോർഷനും സൈഡിലെല്ലാം പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷനെല്ലാം നമ്മളത് കട്ട് ചെയ്ത് കളയണം. എന്നാലേ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് വരുള്ളൂ. എക്സ്ട്രാ നമ്മൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ഏതെങ്കിലും ഒരു സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഈ ഒരു പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ആം ഹോളിൻ്റെ കർവ്, ആ ഒരു ഷേപ്പ്, ഇതെല്ലാം നമ്മൾ നല്ല പ്രോപ്പറായിട്ട് തന്നെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് അവിടെ ഒരു കട്ടിട്ട് വെച്ചതാണ്, അതായത് നമ്മുടെ കഴുത്തൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആദ്യം ഫ്രണ്ടിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ഒന്ന് അഴിച്ചെടുക്കണം. പിന്നെ ബാക്ക് സൈഡിൽ സിബ് വയ്ക്കണം. സിബ് വയ്ക്കാനായിട്ട് നമ്മൾ അതിൽ നമ്മുടെ നോർമൽ ഫൂട്ടും മാറ്റിയിട്ട് അതിൽ സിംഗിൾ ഫോട്ട് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കാണിക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ബാക്കിൽ നിന്നാണ് ഓപ്പണിങ് വരുന്നത്, താഴത്തു നിന്ന് മുകളിലേക്കാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. അപ്പോൾ ഇൻവിസിബിൾ സിബ് വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണത്തൊന്നുമില്ല, അത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും മെയിനായിട്ട് ഇൻവിസിബിൾ സിബ് യൂസ് ചെയ്യുന്നത്. പിന്നെ നോർമൽ ഫോട്ട് തന്നെ ആക്കി. പിന്നെ ഇതിൻ്റെ നെക്കെല്ലാം ഫിനിഷ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേറ്റ് ആയിട്ട് നെക്കൊക്കെ ഫിനിഷ് ചെയ്യാനുള്ളത് നോർമൽ പേപ്പർ ക്യാൻവാസിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു മോഡലിലൊക്കെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കിൽ നോർമൽ നെക്ക് തന്നെ മതിയെന്നാണ്. അതുകൊണ്ട് സാധാരണ നെക്ക് തന്നെയാണ് നമ്മൾ ബാക്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ ഫ്രണ്ടിൽ കസ്റ്റമർക്ക് ചെറിയൊരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ കർവ് ഷേപ്പ് വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോഡലിലാണ് ഫ്രണ്ടിലെ പീസ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ, അതായത് ബോഡി പാർട്ടിൽ ഈ കർവ് ഷേപ്പ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് നെക്കെല്ലാം നമ്മൾ നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ വീഡിയോ ആയിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. അതിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുണ്ട്. കാരണം എനിക്ക് ഈ ഫോണൊക്കെ വെച്ചിട്ട് അങ്ങനെ അത്ര വലിയ വശമൊന്നും ഇല്ല. പിന്നെ ഒരു ബിഗിനർ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഈ സൈഡിലെല്ലാം നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം, എന്നാലും ഇത് നല്ല പ്രോപ്പറായിട്ട് ഫിനിഷിങ്ങിൽ ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ ഈ ക്യാൻവാസിൽ തന്നെ വെക്കുന്നത് കൊണ്ട് ശരിയാകുമെന്ന്. പക്ഷെ അത് ശരിയാവും, എനിക്ക് പലപ്പോഴും ശരിയാകാറുണ്ട്. ഫ്രണ്ടെല്ലാം നമ്മളിപ്പോൾ നല്ലപോലെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സൈഡിലുള്ള ത്രെഡൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടേണ്ടതാണ്. ബാക്ക് പോർഷനിൽ ഇതുപോലെ തന്നെയായിരുന്നു. ബാക്ക് പോർഷൻ യൂനെക്ക് ആയതുകൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നല്ലപോലെ എളുപ്പത്തിന് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ എടുക്കാവുന്നതാണ്. ഈ ബാക്ക് നെക്കിൽ ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ഈ ഫ്രണ്ടും ബാക്കുമായിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൂടി എടുക്കണം. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ബാക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ് ഉണ്ടല്ലോ, അപ്പോൾ ആ സിബിൻ്റെ കറക്റ്റ് പൊസിഷനൊക്കെ നോക്കിയിട്ട് വേണം, അത് ഒന്ന് ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ബാക്കിൽ ഇതുപോലെ നല്ലപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, നല്ലത് ആ ഒരു ഫിനിഷിങ്ങിൽ ഇരിക്കത്തുള്ളേ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് അത് ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഷോൾഡറൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ വിട്ടു പോയി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ബോഡി പാർട്ട് നമ്മൾ നല്ല പ്രോപ്പറായിട്ട് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഷേപ്പൊക്കെ അടിക്കാൻ നേരത്ത് നമ്മൾ കറക്റ്റായിട്ട് 2-3 സ്റ്റിച്ച് സൈഡിൽ കൊടുക്കണം. മേ ബി ഇൻ കേസ് ഇവർക്ക് ഇത് ഇച്ചിരി ടൈറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് ലൂസാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കും നമ്മളിത് ക്രോപ്പ് ടോപ്പായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും ഫൈനൽ ലുക്ക്. പക്ഷേ സ്കേർട്ടിൻ്റെ വീഡിയോ ഇതിൽ എടുക്കാൻ മറന്നുപോയി. സ്കേർട്ടിൽ നല്ല രീതിയിലുള്ള രണ്ട് മൂന്ന് ടൈപ്പ് ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഫുൾ വീഡിയോയിൽ അപ്ലോഡ് ആക്കാൻ മറന്നുപോയി എന്നല്ല, എന്തോ വീഡിയോ റെക്കോർഡായില്ല, അങ്ങനെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ട് മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ ഈ ഒരു ലെങ്ത്തൊക്കെ തന്നെയാണ് ടോപ്പിന് പറഞ്ഞത്, ഒരു 13 ഇഞ്ച് ലെങ്ത്